Hello friends, welcome back to StuTrend. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 9ാമത്തെ ചാപ്റ്റർ അഥവാ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത് +1 ഫിസിക്സിലെ തന്നെ ഏറ്റവും ചെറിയ ചാപ്റ്ററാണ്. അതുപോലെ തന്നെ വെറും 3 ഫോക്കസ് ഏരിയ ടോപ്പിക് ഈ ചാപ്റ്ററിലുള്ളൂ. ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയാം. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രെസ്, അതുപോലെ തന്നെ എന്താണ് സ്ട്രെയിൻ. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഹൂക്സ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മൂന്നാമത്തെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഒട്ടും ഡിലേ ആക്കുന്നതിന് നമുക്ക് ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലോട്ട് കിടക്കാം. അതായത് എന്താണ് സ്ട്രെസ്, അതുപോലെ തന്നെ എന്താണ് സ്ട്രെയിൻ. സോ സ്ട്രെസ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇംഗ്ലീഷിലുള്ള ഡെഫിനിഷൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്ട്രെസ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ പലർക്കും സംശയം വരും, എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് സംശയം വരും. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു റബ്ബർ ബോൾ കയ്യിലെടുത്തു എന്ന് വെക്കാം. അതിനകത്ത് ഞാൻ പുറമേ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അതിന്റെ ഷേപ്പിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ ഫോഴ്സ് ഒന്ന് റിലീസ് ചെയ്യുമ്പോൾ വീണ്ടും ആ റബ്ബർ ബോൾ അതിന്റെ പഴയ ഷേപ്പിലോട്ട് തന്നെ വരില്ലേ? അതിന് കാരണം ആ പറയുന്ന ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് തന്നെയാണ്. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് കാരണമാണ് അത് അതിന്റെ പഴയ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ സ്ട്രെസ്സിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് നമ്മുടെ സ്ട്രെസ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത്. സോ യൂണിറ്റ് എന്ത് വരും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അടുത്തത് പഠിക്കാനുള്ളത് ഫോർമുലയും യൂണിറ്റും പഠിച്ച അടുത്തത് എന്ത് പഠിക്കണം? ഡയമെൻഷൻ പഠിക്കണം. ഡയമെൻഷൻ എന്തെന്ന് പറയുന്നത് ml⁻⁻1 t⁻⁻2. ഇതാണ് നമ്മുടെ ഈ പറയുന്ന സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത കാര്യം സ്ട്രെയിൻ എന്താണ്? സ്ട്രെയിൻ നമ്മുടെ അടുത്ത ഈ പറഞ്ഞ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രെയിൻ എന്താണെന്നാണ്. സ്ട്രെയിനിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷനെയാണ് നമ്മൾ എന്ത് പറയാ, സ്ട്രെയിൻ എന്ന് പറയാ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. ക്ലിയർ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ, ഇതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡയമെൻഷനിൽ വരുന്ന മാറ്റം ഡിവൈഡഡ് ബൈ ആ പറയുന്ന ബോഡിക്ക് ഉണ്ടാവുന്ന ഒറിജിനൽ ഡയമെൻഷൻ എന്താണെന്നാണ് നമ്മൾ പറയാം. സോ ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്ട്രെയിനിന് രണ്ട് മേജർ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ലീനിയർ സ്ട്രെയിൻ. ലീനിയർ സ്ട്രെയിൻ എന്താണ്? ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു വെച്ചാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അതായത് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ചേഞ്ചിങ് ലെങ്ത് ആണെന്ന് വെക്കുക, എൽ എന്ന് പറയുന്ന ഒറിജിനൽ ലെങ്ത് ആണെന്ന് വെക്കുക. സോ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ലീനിയർ സ്ട്രെയിൻ എന്ന് പറയാ. അടുത്തത് വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ആണ് നമ്മുടെ വോളിയം സ്ട്രെയിൻ എന്ന് പറയാം. ഈ പറയുന്ന സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല, കാരണം മുകളിലുള്ള ടേമും താഴെയുള്ള ടേമും ഒരേ യൂണിറ്റിലാണ് വരിക. സോ ഇതെന്താണ്? യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ് ഈ പറയുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ രണ്ടിന്റെയും ക്ലാസിഫിക്കേഷൻ, അതായത് എന്താണ് ലീനിയർ സ്ട്രെയിൻ, എന്താണ് വോളിയം സ്ട്രെയിൻ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. സ്ട്രെയിനിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലൂടെ കിടക്കാം. സെക്കൻഡ് ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ഹൂക്സ് ലോ ആണ്. ഇതാണ് ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ. ഹൂക്സ് ലോ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ആണ്. എന്താണ് ഇലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ എന്താണ് ഇലാസ്റ്റിക് ബോഡീസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണം. അതായത് ഒരു വസ്തുവിനെ ഞാൻ ഒരു റബ്ബർ ബാൻഡ് വിചാരിക്കും. ഈ ചാപ്റ്റർ ഉടനീളം നിങ്ങൾ റബ്ബർ ബാൻഡ് വിചാരിച്ചാൽ മതി. ആ റബ്ബർ ബാൻഡിനെ ഞാൻ എക്സ്റ്റേണലി ഫോഴ്സ് ഉപയോഗിച്ച് ഞാനൊന്ന് വലിച്ചു എന്ന് വെക്കാം. സോ ആ ഫോഴ്സ് ഞാൻ റിലീസ് ചെയ്യുമ്പോൾ വീണ്ടും ആ ബോഡി ഒറിജിനൽ ഷേപ്പിലോട്ട് തന്നെ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളെ നമ്മൾ പറയുന്നതാണ് ഇലാസ്റ്റിക് ബോഡീസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആണ് അത് ഫോളോ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അതിന്റെ ഷേപ്പിൽ വരുന്ന മാറ്റം അത് റീഗെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഫോഴ്സ് റിലീസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പഴയ ഷേപ്പിലോട്ട് വരുന്ന ഒബ്ജക്റ്റുകളെ നമ്മൾ പറയുന്നതാണ് ഇലാസ്റ്റിക് ബോഡീസ് എന്ന് പറയും. ആ ഒരു പ്രോപ്പർട്ടിനെ പറയുന്നതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ആ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. കാരണം ഹൂക്സ് ലോ ഈസ് റിലേറ്റഡ് ടു ഇലാസ്റ്റിസിറ്റി ആണ്. ഹൂക്സ് ലോ എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോ ആണ്. എന്താണ് ഹൂക്സ് ലോ പറയുന്നത് വെച്ചാൽ
within elastic limit, stress is directly proportional to strain. Within elastic limit, stress is directly proportional to strain. അതായത് elastic ലിമിറ്റിൽ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വിത്തിൻ elastic limit, stress is directly proportional to strain. എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? ഞാൻ ഓൾറെഡി കഴിഞ്ഞ പാർട്ട് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്ട്രെസ് കൂടുന്തോറും സ്ട്രെയിനും കൂടിക്കൊണ്ടിരിക്കും. സ്ട്രെസ് കൂടുന്തോറും സ്ട്രെയിൻ കൂടും, സ്ട്രെസ് കുറഞ്ഞാൽ സ്ട്രെയിൻ കുറയും. അതിനെയാണ് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം. സോ വിത്തിൻ elastic limit, stress is directly proportional to strain. ഇതാണ് നമ്മുടെ ഹൂക്സ് ലോ പറയുന്നത്. സോ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രെസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻടു സ്ട്രെയിൻ എന്ന് പറയാം. ക്ലിയർ? സ്ട്രെസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻടു സ്ട്രെയിൻ എന്ന് പറയാം. കാരണം ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റന്റ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. സോ കെ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അതർവൈസ് കോൺസ്റ്റന്റ് തന്നെ എഴുതാം. സോ കോൺസ്റ്റന്റ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. കോൺസ്റ്റന്റ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്നത്. ക്ലിയർ അല്ലേ? ഈ കോൺസ്റ്റന്റിന്റെ പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ എന്താണ് ഹൂക്സ് ലോ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. Within elastic limit, stress is directly proportional to strain, or stress by strain is a constant. The constant is known as modulus of elasticity. The constant is known as modulus of elasticity. വളരെ സിമ്പിൾ ആയി ഫോക്കസ് ചെയ്ത ടോപ്പിക് ആണ് ആദ്യത്തെ രണ്ടെണ്ണം. അടുത്ത ഒരെണ്ണം ഗ്രാഫാണ്. നമുക്ക് അതിലോട്ട് കിടക്കാം. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലോട്ട് കിടക്കാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സോ ഒരു ഗ്രാഫാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് 100% ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഗ്രാഫ് വരയ്ക്കാൻ അറിയണം. ഗ്രാഫിലുള്ള OA എന്ത് റീജിയൻ ആണ്, അല്ലെങ്കിൽ B എന്താണ്, C എന്താണ്, D എന്താണ്, E എന്താണ്, ഈ പറയുന്ന ഓരോ ആൽഫബറ്റ്സും ഏത് കൈൻഡ് ഓഫ് റീജിയൻ ആണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ള ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് വേണം. ഒരിക്കലും ഇത് മഗ്ഗപ്പ് ചെയ്യേണ്ട കൺസെപ്റ്റ് അല്ല, മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. സോ അത്തരത്തിൽ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കി തരാം, നിങ്ങൾ ബാക്കി പഠിക്കാം. ക്ലിയർ? സോ ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ സ്ട്രെയിൻ ആണ്, വൈ ആക്സിസിൽ സ്ട്രെസ് ആണ്. സോ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിനനുസരിച്ച് സ്ട്രെയിൻ എന്തു മാറ്റമാണ് വരിക, നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിനനുസരിച്ച് സ്ട്രെയിൻ എന്തു മാറ്റമാണ് വരിക എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ക്ലിയർ? സോ ആദ്യത്തെ റീജിയൻ എന്ന് പറയുന്നത് OA ആണ്. OA ഇത് കാണുമ്പോൾ തന്നെ, ഗ്രാഫിൽ കാണുമ്പോൾ തന്നെ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. OA എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമ്മൾ ഹൂക്സ് ലോയിൽ പഠിച്ചു. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സോ OA എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ എന്താണ്, ആ പറയുന്ന എലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന റീജിയൻ ആണ്. A ആണ് നമ്മുടെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയാം. പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഏതാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്? A ആണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയാം. കാരണം A എന്ന് പറയുന്ന പോയിന്റ് വരെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. A എന്ന് പറയുന്ന പോയിന്റ് വരെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് A നെ നമ്മൾ എന്ത് പറയുന്നത്, പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് B അല്ലേ? B ന്റെ പേരാണ് എലാസ്റ്റിക് ലിമിറ്റ്. എലാസ്റ്റിക് ലിമിറ്റ്. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് വീണ്ടും സംശയം വരും, എന്താണ് എലാസ്റ്റിക് ലിമിറ്റ്? എലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്ന് വെച്ചാൽ B എന്ന് പറയുന്ന B വരെ നമ്മൾ Bയിൽ എത്തിയിട്ട് നമ്മൾ ഈ പറയുന്ന മെറ്റീരിയലിനെ വിട്ട് കഴിഞ്ഞാലും അത് അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് വരും. ക്ലിയർ അല്ലേ? അത് ഒറിജിനൽ പൊസിഷൻ റീഗെയിൻ ചെയ്യുന്ന മാക്സിമം പോയിന്റ് ആണ് B എന്ന് പറയാ. സോ Bയിൽ വെച്ചിട്ട് നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ റിലീസ് ചെയ്താലും ആ ബോഡി അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് വരും. സോ ആ പറയുന്ന മാക്സിമം പോയിന്റ് ഓഫ് എലാസ്റ്റിസിറ്റിയാണ്, അല്ലെങ്കിൽ ആ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാ. ബിക്ക് ശേഷം ആ ബോഡിക്ക് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവില്ല. ബിക്ക് ശേഷം നമ്മുടെ ആ മെറ്റീരിയലിൽ ഉണ്ടാവുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് നേച്ചർ ആണ്. സോ സീനെ നമുക്ക് എന്ത് പറയാം, പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയാം. ആ ബോഡി പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന പോയിന്റ് ആണ് C എന്ന് പറയുന്നത്. സോ എന്താണ് പ്ലാസ്റ്റിക് ബിഹേവിയർ? പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അതിപ്പോ റബ്ബർ ബാൻഡ് എടുത്തു, അത് നമ്മൾ നന്നായിട്ട് വലിച്ചു നീട്ടി കഴിഞ്ഞു വെച്ചാൽ ആ ഫോഴ്സ് വിട്ടാലും അത് പഴയ പോലെ ആവില്ല. അതിന് ലെങ്ത്തിൽ ഡീവിയേഷൻസ് ഉണ്ടാവും. അതൊരു പെർമനന്റ് സെറ്റ് ഓഫ് ലെങ്ത്തിലോട്ട് വരും, അല്ലെങ്കിൽ പെർമനന്റ് സെറ്റ് ഓഫ് ഡയമെൻഷനിലോട്ട് വരും. സോ അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയാ. അതായത് അത് വീണ്ടും പഴയ ഒരു സ്റ്റേജിലോട്ട് വരില്ല. സോ C എന്ന് പറയുന്ന പോയിന്റിനെയാണ് പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന പോയിന്റ് എന്ന് പറയാം. അടുത്തത് D എന്ന് പറയുന്ന പോയിന്റ്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് D ആണ്. D ആണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്നാണ് പറയാം. അൾട്ടിമേറ്റ് സ്ട്രെങ്ത്
അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. എന്താണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ? അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സാധനം, ഇപ്പൊ റബ്ബർ ബാൻഡ് തന്നെ എടുക്കുക, റബ്ബർ ബാൻഡ് പൊട്ടുന്നതിന് മുമ്പ് ഏറ്റവും പീക്ക് പോയിന്റ് ഉണ്ടല്ലോ, അതിന്റെ സ്ട്രെങ്ത് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുക, അതിനുശേഷം പൊട്ടും എന്ന് പറയുമല്ലോ. സോ ആ അൾട്ടിമേറ്റ് പോയിന്റിനെയാണ് നമ്മൾ ഡി എന്ന് പറയാ. ഡി ഈസ് നോൺ ആസ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്നാണ് പറയാ. ഡി ഈസ് നോൺ ആസ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അടുത്ത പോയിന്റ്, ഏറ്റവും അവസാനത്തെ എന്താണ്? ഇ ആണ്. അവസാനത്തെ പോയിന്റ് ആണ് ഇ. ഇന്റെ പേരാണ് ഫ്രാക്ചർ പോയിന്റ് എന്നാണ് പറയാ. ഫ്രാക്ചർ പോയിന്റ്, ഫ്രാക്ചർ പോയിന്റ്. അപ്പൊ പേരിൽ തന്നെ ഉണ്ട്, ഈ എത്തുമ്പോഴാണ് ആ വസ്തു എന്തായി പോകുന്നത്? ബ്രേക്ക് ആയി പോകുന്നത്. ഈ എത്തുമ്പോഴാണ് ആ വസ്തു ബ്രേക്ക് ആയി പോകുന്നത്. അപ്പൊ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാലോ. സോ ഒരു വസ്തു O to A എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ലിമിറ്റ് ആണ്. സോ ആ സ്ഥലത്ത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്. ബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബി ആണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാ. സോ ആ ബി വരെ നമുക്ക് നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒബ്ജക്റ്റ് പഴയ ഫോമിലോട്ട് തന്നെ തിരിച്ചു വരും. അതുകൊണ്ടാണ് ബിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ സി ആണ്. സീനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് റിലീസ് ചെയ്താൽ പഴയ പൊസിഷനിലോട്ട് വരില്ല, അത് മറ്റൊരു ഡിഫോംഡ് ലെങ്ത് അല്ലെങ്കിൽ ഡിഫോംഡ് ഡയമെൻഷനിലായിരിക്കും ആ ബോഡി ഉണ്ടാവുക. സോ പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുക. സോ സി ഈസ് നോൺ ആസ് പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് ഈ ഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഡി ആണ്. ഡി എന്ന് പറയുന്നത് ബ്രേക്ക് ആവുന്നതിന് മുമ്പ്, പൊട്ടുന്നതിന് മുമ്പ് അവസാനത്തെ സ്ട്രെങ്ത് ഉള്ള ആ ഒരു പോയിന്റിനെയാണ് ഡി എന്ന് പറയാ. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്നാണ് പറയാ. ഡി ഈസ് നോൺ ആസ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയും. ലാസ്റ്റ് പോയിന്റ്, ആ ബോഡി ബ്രേക്ക് ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രാക്ചർ പോയിന്റ് എന്ന് പറയാം. ആ ബോഡി ബ്രേക്ക് ആവുന്ന ലാസ്റ്റ് പോയിന്റിനെയാണ് എന്ത് പറയാ? ഫ്രാക്ചർ പോയിന്റ് എന്ന് പറയും. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത്. എല്ലാ പോയിന്റും ഓരോ പോയിന്റിന്റെ പ്രത്യേകതകളും പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ 3 അല്ലെങ്കിൽ 4 മാർക്കിന് ഈ ഗ്രാഫ് നിങ്ങൾക്ക് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഇനി ഇതിലൊരു മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് ഡിയും ഇയും അടുത്താണെങ്കിൽ, അതായത് ഈ പറയുന്ന ഡിയും ഇ, ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെയാണ്, ഇപ്പൊ ഇവിടെ ഡി ആണ്, ഇവിടെ ഇ ആണെന്ന് വെക്കാം. രണ്ടും അടുത്തടുത്താണെങ്കിൽ ആ ബോഡി കുറച്ചുകൂടി ബ്രിട്ടിൽ ആയിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ബോഡി ആയിരിക്കും ഡിയും ഇയും അടുത്താണെങ്കിലുള്ള ബോഡീസ് എന്ന് പറയാം. സപ്പോസ് ഡി ഇവിടെയാണ്, ഇ ഇവിടെയാണെന്ന് വെക്കുക. ഡിയും ഇയും നല്ല വിട്ടിട്ടാണെന്ന് വെക്കുക, നല്ല ദൂരത്തിലാണ് ഡിയും ഇയും എന്ന് വിചാരിക്കുക. സോ ആ ബോഡി എന്ന് പറയുന്നത് കൂടുതൽ ഡക്റ്റൈൽ ആയിരിക്കും, നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് വലിച്ചു നീട്ടാൻ പറ്റുന്ന ബോഡി ആയിരിക്കും. അതിനാണ് നമ്മൾ ഡക്റ്റൈൽ എന്ന് പറയാം. സോ ഇതുകൂടി മനസ്സിലാക്കുക. ഡിയും ഇയും ക്ലോസർ ആണെങ്കിൽ ആ ബോഡി കുറച്ചുകൂടി ബ്രിട്ടിൽ ആയിരിക്കും. ഡിയും ഇയും നല്ല ദൂരത്തിലാണെങ്കിൽ ആ ബോഡി കുറച്ചുകൂടി ഡക്റ്റൈൽ ആയിരിക്കും, നല്ല ഡക്റ്റിലിറ്റി ഉള്ള ഒരു ബോഡിയാണ്. ക്ലിയർ അല്ലേ? സോ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പോയിന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്കും അത്രത്തോളം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. സോ അറൗണ്ട് നമുക്ക് ചുരുങ്ങിയ സമയത്തിൽ കവറപ്പ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ആകെ 3 ഫോക്കസ് ഏരിയ ടോപ്പിക്കേ ഉള്ളൂ. 3ഉം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതർവൈസ് കമന്റ് ബോക്സിൽ അറിയിച്ചാലും മതി. വീഡിയോ കണ്ടന്റ് ഉറപ്പായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.